ജൻസികളെ കുറിച്ചാണ്. ഈയിടെയായി വല്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണല്ലോ ജൻസികൾ. എന്താണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഈ വാക്ക് വന്നത്? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതേപോലെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുമെന്ന് നിസ്സംശയം തെളിയിച്ച ഒരു ജനതയാണ് ഈ ജൻസി. 1996-നും 2010-നും ഇടയിൽ ജനിച്ചവരെയാണ് ജൻസി എന്ന് വിളിക്കപ്പെടുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയിലൊക്കെ കാതലായ കുതിച്ചുചാട്ടം ഇക്കാലത്തുണ്ടായി. ചില ചെറിയ രാജ്യങ്ങളിലൊക്കെ അവർ കലാപം സൃഷ്ടിക്കുകയും അവിടുത്തെ ഭരണകൂടങ്ങളെ മറിച്ചിടുകയും ഒക്കെ ചെയ്തു. ഈ പേര് വന്നതിന് മുൻപ് വേറെ ഒരു ചെറിയ ചരിത്രം നമ്മൾ പഠിക്കണം. 1946-ൽ ലോകമഹായുദ്ധം അവസാനിച്ച ശേഷം ഭൂമിയിൽ ആളുകൾക്ക് ഒരു സമാധാനവും സൗകര്യവും ഒക്കെ ഉണ്ടായി തുടങ്ങി. പട്ടാളക്കാരൊക്കെ വീടുകളിലേക്ക് മടങ്ങി. യൂറോപ്പിൽ ഏകദേശം ഒരു സ്ഥിരത കൈവന്നു തുടങ്ങി. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോൾ ജനസംഖ്യ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങി. ഇക്കാലത്ത് ഉണ്ടായ കുട്ടികൾക്കാണ് ജെൻ ബൂമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിളിപ്പേര് ആദ്യമായി ഉണ്ടായി. കാരണം കൂടുതൽ കുട്ടികളുണ്ടായി, ഒരു ബൂമിംഗ് ഉണ്ടായി. അങ്ങനെയാണ് ബൂമേഴ്സ് എന്നുള്ള പേര് വന്നത്. ഈ പേരിനെ അടിസ്ഥാനമാക്കി അതേപോലെ ഒരു ശൈലിയിൽ കടമെടുത്തതാണ് ജെൻ സൂമേഴ്സ്. അക്കാലഘട്ടത്തിൽ ഈ സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വികസിച്ചതുകൊണ്ടും ഇവരൊക്കെ കുറേ ഓൺലൈനായിട്ട് വെർച്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താൻ തുടങ്ങിയത് കൊണ്ടുമാണ് ഈ സൂം ആപ്ലിക്കേഷൻ പോലെയുള്ള ആപ്പുകൾ കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങിയത് കൊണ്ടുമാണ് ഇവരെ സൂമേഴ്സ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ആ സൂമേഴ്സ് എന്ന വാക്കിൻ്റെ ആദ്യാക്ഷരമായ ഇന്ത്യക്കാരും UK, കാനഡ എന്ന് ഉള്ളവരുമൊക്കെ ഈ Z എന്ന് വിളിക്കുമ്പോൾ അമേരിക്കക്കാർ ആ അക്ഷരത്തിന് Z എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ടാണ് അത് ജെൻ സി എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അതിന് മുൻപൊന്നും ഇല്ലാത്ത വിധം ഈ ജൻസികൾ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചത്? അത് അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വന്ന വ്യത്യാസങ്ങളാണ്. ഇക്കാലത്ത് പിറന്ന ഇവർ കൂടുതൽ ഓൺലൈൻ സംസ്കാരമുള്ളവരാണ്. അവർക്ക് അച്ചടി മാധ്യമങ്ങളിൽ പരതുന്ന ശീലം കുറഞ്ഞു. പകരം അവർ കയ്യിലൊരു മൊബൈൽ, സ്മാർട്ട് ഫോൺ അതേപോലെയുള്ള ഉപകരണങ്ങൾ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പര്യാപ്തമാണെന്ന് വന്നതോടുകൂടി അവർക്ക് കൂടുതൽ വെർച്വൽ കമ്മ്യൂണിക്കേഷനിലായിരുന്നു താല്പര്യം. വെർച്വൽ കമ്മ്യൂണിക്കേഷൻ അഥവാ നേർക്കുനേരെയല്ലാതെ പേഴ്സൺ ടു പേഴ്സൺ അല്ലാത്ത കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ അവർക്ക് താല്പര്യം. അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ളവർ ചെയ്തിരുന്ന പോലെ ഒരു വ്യക്തിയെ നേരിട്ട് കാണുകയോ മുഖാമുഖം സംസാരിക്കുകയോ ചെയ്യുന്ന രീതി ഇവരിൽ തുലോം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പത്രസ്ഥാപനമോ ചാനൽ സ്ഥാപനമോ ഒരു വസ്തുതയെ വളച്ചൊടിച്ച് ആളുകൾക്ക് നൽകിയിരുന്ന വാർത്താ രീതികളൊക്കെ മാറി. അതൊന്നും ഇവരിൽ ചിലവാകാതായി. കാരണം കാര്യങ്ങൾ നേരിട്ട് അപ്പോൾ തന്നെ യഥാസമയം കാര്യങ്ങൾ നേരിട്ട് വിഷ്വലായും അതേപോലെ ഒക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ വന്നതോടുകൂടി ഇവർക്ക് വാർത്തകൾ ആരും നൽകണമെന്നില്ലാതെയായി. വാർത്തകൾ നൽകുന്ന അതോറിറ്റികളെ ഇവർ വിശ്വസിക്കാതെയായി. അതുകൊണ്ട് തന്നെ ഈ തലമുറയിൽപ്പെട്ട ജൻസികളിൽ പത്രം വായന വളരെ കുറവാണ്. പല പത്രസ്ഥാപനങ്ങളും സമീപ ഭാവിയിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അതേപോലെ തന്നെയാണ് TV വാർത്തകളും. ഇവർ TV വാർത്തകളെയും വല്ലാതെ ആശ്രയിക്കാറില്ല. അതിനനുസരിച്ച് വാർത്തകളിൽ സെൻസേഷനലിസം കുത്തിനിറച്ച് എങ്ങനെയെങ്കിലും ആളുകളെ TV-യുടെ മുൻപിൽ ഇരുത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ചാനൽ മുതലാളിമാരുടെ ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ അവലോകന രീതികൾ ഒരു 20 വർഷം മുൻപുള്ള അതല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പുള്ള വാർത്താ അവലോകന രീതികളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ജൻസികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത് കൊണ്ട് അവരെല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. സമൂഹത്തിലെ വർഗവർണ്ണ തട്ടുകളോടൊക്കെ അവർക്കൊരു വിമുഖതയാണ്. ആരുടെയും കുറവുകൾ പൊലിപ്പിച്ച് പറയുന്നത്. ഇക്കാലത്താണ് ഇവരുടെ ഇടയിൽ ഈ നമ്മൾ ബോഡി ഷെയ്മിങ് എന്നൊരു വാക്ക് കേട്ടിട്ടുള്ളത്. പണ്ടത്തെ തലമുറയൊക്കെ ഉപയോഗിച്ചിരുന്ന തടിച്ചവർ അല്ലെങ്കിൽ വണ്ണം കൂടിയവർ അതല്ലെങ്കിൽ നിറം കുറഞ്ഞവർ എന്നൊക്കെ വാക്കുകൾ ഇവർക്ക് തീരെ അരോചകമാണ്. അവരത് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ്. അത് ഒരു പരിധിവരെ എല്ലാ കാര്യത്തിലും ഇവരിൽ സുതാര്യതയുണ്ട്. വിവിധ സംസ്കാരങ്ങളോട് സമരസപ്പെട്ടു പോകാൻ താല്പര്യമുള്ളവരാണ്. എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവരാണ്. ഇവരുടെ ഭക്ഷണ രീതികളിലൊക്കെ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ഇവരുടെ വസ്ത്രധാരണ രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങൾ താണ്ടിയെത്താൻ മാസങ്ങളോ കൊല്ലങ്ങളോ എടുത്തിരുന്നെങ്കിൽ
ഒരു പുതിയ രീതി, ഒരു പുതിയ സ്റ്റൈൽ, ഒരു പുതിയ ഫാഷൻ ഇന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എത്താൻ ഒറ്റ മിനിറ്റ് മതി എന്നുള്ളതാണ് ഇക്കാലത്ത് വന്ന മാറ്റം. മറ്റൊരു പ്രത്യേകത, ഇവരുടെ ആശയവിനിമയ രീതികളിൽ വളരെ ഷോർട്ട് ഫോം കണ്ടന്റാണ് ഇവർക്കിഷ്ടം. വലിച്ചുവാരി എഴുതി, വ്യാഖ്യാനിച്ചെഴുതി, വിശദീകരിച്ചെഴുതി ഒരു കാര്യം പറയുന്ന ശീലമൊക്കെ ഇവരിൽ തീരെ പോയി. ഒന്നാമത് അങ്ങനെ എഴുതാൻ ഇവർ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സ്ഥലമില്ല, അങ്ങനെ എഴുതാൻ ഇവർക്ക് സമയമില്ല. മാത്രവുമല്ല, ഇത് ആർക്കാണോ നൽകുന്നത് അയാൾക്ക് ഇത് മുഴുവൻ വായിച്ചെടുക്കാനും സമയമില്ല. ലോകത്ത് ജോലിഭാരം കൂടിയതുകൊണ്ടും ജോലിയിൽ മുഴുകുന്നതൊക്കെ കൂടിയതുകൊണ്ടും ഉണ്ടായ ഒരു സംസ്കാരമാണ്. പരമ്പരാഗത രീതിയിലുള്ള സ്പെല്ലിങ്ങുകളൊക്കെ, ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങുകളൊക്കെ ഇവർ മാറ്റിമറിച്ചു. മീനിങ് ആയിരിക്കണം, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണം. പുതിയ പുതിയ ഷോർട്ട് ഫോമുകൾ ഒക്കെ രൂപം കൊണ്ടു. നമുക്കറിയാം ASAP, ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ഷോർട്ട് ഫോം കണ്ടന്റുകൾ നമുക്ക് ഇപ്പോൾ പരിചിതമാണ്. മറ്റൊരു കാര്യം, ഇവർ ഇമോജികളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. വാക്കുകളിലൂടെ അല്ലാതെ ഒറ്റ ഇമോജി കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ കൺവേ ചെയ്യാൻ കഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെ ചെറിയ രാജ്യങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയും. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് അതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമാവുകയില്ല. നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെയൊക്കെ ഒന്നോ രണ്ടോ ചെറു നഗരങ്ങളിലാണ് എല്ലാ സർക്കാർ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇവരുടെ സ്മാർട്ട് ഫോണുകളിലോ മറ്റ് ആപ്പുകൾ മുഖാന്തരമോ ഇവർക്ക് പ്രതിഷേധക്കാരെ അത്തരം കേന്ദ്രങ്ങളുടെ മുൻപിലേക്ക് പെട്ടെന്ന് വിളിച്ചു വരുത്താൻ കഴിയുകയും അവിടെ സംഘടിക്കുകയും അത്തരം സ്ഥാപനങ്ങളെ, വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളെ ആക്രമിക്കാനും അതുവഴി അവിടുത്തെ ഭരണകൂടങ്ങളെ കായികമായി നേരിട്ട് അവരെ അട്ടിമറിക്കാനും ഇവർക്ക് കഴിയും. ചെറിയ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജെൻസികളെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 25% ഈ ജെൻസികളാണ്. ഇവർ പാരമ്പര്യ മൂല്യങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്നവരൊന്നുമല്ല. അതിനകത്ത് അന്യായങ്ങളോട് ഇവർ നന്നായിട്ട് പ്രതികരിക്കും. ഇവർ കുടുംബത്തിനകത്ത് തുല്യ റോളുകൾ വേണമെന്നും സ്ത്രീക്കും പുരുഷനും വലിയ അന്തരങ്ങളൊന്നുമില്ലെന്നുമൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികളിൽ പലരും പരമ്പരാഗതമായ രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾക്ക് വിമുഖത കാണിക്കുന്നത്. അന്യായങ്ങളെ ചോദ്യം ചെയ്യുന്നു, തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നു, അതേപോലെ തന്നെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരുമാണ്. സുതാര്യത എന്നുള്ളതും വിശ്വാസ്യത എന്നുള്ളതും ഇവർക്ക് വളരെ പ്രധാനമാണ്. ഇവർക്ക് ബ്രാൻഡ് വാല്യൂവിൽ വിശ്വാസമുണ്ട്. എന്നാൽ ഏതെങ്കിലും ബ്രാൻഡുകൾ പരസ്യത്തിൽ അവകാശപ്പെട്ട മേന്മയില്ലാത്തതും കബളിപ്പിക്കുന്നതുമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കമൻസുകൾ എഴുതി, അതിനെക്കുറിച്ചുള്ള റിവ്യൂകൾ എഴുതി ആ ബ്രാൻഡുകൾ ആ മേഖലയിൽ നിന്ന് ഓടിച്ചു വിടാൻ കെൽപ്പുള്ളവരാണ് ഇവർ. ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ ജെൻസികളിൽ 79% യൂട്യൂബ് അതുപോലെ ഗൂഗിൾ പോലെയുള്ള ആപ്പുകളിൽ ദിനേന സന്ദർശിക്കുന്നവരാണ്. ഈ ജെൻസികൾക്ക് ഫോൺ സംഭാഷണം നടത്തുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഫോൺ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അവസരത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമല്ല. ഒരു പക്ഷേ ജോലി തിരക്കിലോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലോ ആണെങ്കിൽ ഫോൺ കോളുകൾ വരുന്നത് തികച്ചും അരോചകമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ വോയിസ് മെസ്സേജുകൾ അയക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, സമയത്തിനനുസരിച്ച് ഇത് പരിശോധിക്കാം എന്ന് മാത്രമല്ല, ഫോൺ കോളിലെ പോലെ പെട്ടെന്ന് പ്രതികരിച്ച് പെട്ടെന്ന് മറുപടി പറഞ്ഞ് അത് യുക്തിസഹമല്ലാതെ ആകുകയില്ല. ആലോചിച്ച് മറുപടി പറയാൻ ഇവർക്ക് ഈ വോയിസ് ചാറ്റുകൾ ധാരാളമാണ്. രസകരമായ ഒരു വിശകലനം എന്തെന്നാൽ 2024 ഇന്ത്യൻ ജെൻസികൾക്ക് കിട്ടിയ 25% ഫോൺ കോളുകളും അത് അൺനോൺ നമ്പറുകളിൽ നിന്നായതുകൊണ്ട് അവർ ആ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അൺനോൺ കോളുകളെ വിശ്വസിക്കരുത് എന്നുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങളും ബാങ്കിങ് സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ അത് ഫ്രോഡുലൻ്റ് കോളുകളായിരിക്കും എന്ന ഒരു പ്രചരണം ഏഷ്യത് കൊണ്ടൊക്കെ തന്നെയാണ് ഇവർ അൺനോൺ കോളുകൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാതെ വോയിസ് മെസ്സേജുകളെയും ചാറ്റുകളെയും ആശ്രയിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെയും പലതരത്തിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജെൻസികളുടെ ക്ലാസിഫിക്കേഷനാണ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് എന്ന് മാത്രം. 1928 1945 ഇടയിൽ ജനിച്ചവരെ സൈലൻ്റ് ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. 1946 64 ഇടയിൽ ജനിച്ചവരെ ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കുന്നു. 1965 1980 ഇടയിൽ ജനിച്ചവരെ ജനറേഷൻ എക്സ് എന്നാണ് വിളിക്കുന്നത്.
1981-നും 1996-നും ഇതിനിടയിൽ ജനിച്ചവരെ മിലേനിയൽ കിഡ്സ് എന്നാണ് വിളിക്കുന്നത്, അഥവാ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നു. 97 മുതൽ 2010 ഏകദേശം അക്കാലഘട്ടത്തിനുള്ളിൽ ജനിച്ചവരെയാണല്ലോ ജെൻസി എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിനുശേഷം ജനിച്ചവരെയാണ് ജെൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ഒരുപാട് മനഃശാസ്ത്രജ്ഞരുടെ പഠനമനുസരിച്ച് ജെൻ ആൽഫ ജനിക്കുന്ന കുട്ടികൾ, ഇക്കാലത്ത് ജനിച്ചു വരുന്ന കുട്ടികളിൽ വളരെ കാതലായ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പ്രവചനം. ഈ മിലേനിയൽ കിഡ്സിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ 1980-കളിലുമൊക്കെ മനുഷ്യൻ്റെ ശാരീരിക അധ്വാനത്തിന് പകരമായി പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി. നിലമുഴാൻ ട്രാക്ടറുകൾ വന്നു, ജലസേചനത്തിന് മോട്ടോറുകൾ വന്നു. നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന പല ഉപകരണങ്ങളും മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ അന്നാണ് വന്നത്. അന്ന് മനുഷ്യൻ്റെ ശാരീരിക അധ്വാനത്തിന് പകരമായി മെഷീനുകൾ വന്നിരുന്നുവെങ്കിൽ ഈ ജെൻ ആൽഫകൾ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അവർ ജനിച്ചു വീണതേ AI കാലഘട്ടത്തിലാണ്. മനുഷ്യൻ്റെ ശാരീരിക അധ്വാനത്തിന് പകരം മെഷീനറികൾ വന്നതുപോലെ ഇന്ന് മനുഷ്യൻ്റെ ബുദ്ധിപരമായ ആവശ്യങ്ങൾക്ക് പകരവും മെഷീനുകളായി തുടങ്ങിയെന്നുള്ളതാണ്. ഓർമ്മശേഖരത്തിൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല, ഒരു വിരൽ തുമ്പിൽ ആ കാര്യങ്ങൾ ലഭ്യമാണ് എന്നുള്ളിടത്ത് മനുഷ്യന് ഇനി ബുദ്ധിപരമായും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. ഇത് പോകെ പോകെ അവൻ്റെ ബുദ്ധി നിലവാരത്തെയും അവൻ്റെ ചിന്താ നിലവാരത്തെയും ഒക്കെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഇനി നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജെൻ ആൽഫകൾക്ക് ശേഷം ഇനി എന്തു പേരിട്ടാണ് ഇനി വരുന്ന കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ഓക്കെ, താങ്ക് യു.